ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പൂരം എക്സിബിഷൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. പൂരം എക്സിബിഷൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കവാടമാണത്. ഇവിടെ നമ്മൾ ടോക്കൺ എടുത്തു, റെസീറ്റ് ബില്ലെടുത്തിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു സ്റ്റോള്. ആ സ്റ്റോളിൽ ബെഡ്ഷീറ്റ് കവറുകൾ, പില്ലോ കവറുകൾ, ബ്ലാങ്കറ്റുകൾ, കർച്ചീഫുകൾ, മാറ്റുകൾ, അങ്ങനെയുള്ള ഒരു സ്റ്റോളാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ കുറേ അങ്ങനെ എല്ലാം ഒന്ന് നോക്കി. പിന്നെ കുറച്ച് ഒരു പില്ലോ കവർ വാങ്ങിച്ചു അവിടെ നിന്ന്. പിന്നെ അങ്ങനെ നോക്കി ചെന്നപ്പോൾ ഹാൻഡ് കർച്ചീഫ് കണ്ടപ്പോൾ ദിയയ്ക്ക് ഹാൻഡ് കർച്ചീഫ് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഹാൻഡ് കർച്ചീഫ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെറാമിക്കിൻ്റെ പോട്ടുകളുടെ ഒരു സ്റ്റോളായിരുന്നു. അവിടെ സെറാമിക്കിൻ്റെ പോട്ടുകൾ, കപ്പുകൾ, ഭരണികൾ, പിന്നെ ഫ്ലവർ വേസ് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാത്രങ്ങൾ, അങ്ങനെ ജഗ്ഗുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റോളിലേക്ക് പോയി. കുറേ സ്റ്റോളുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്കുള്ള സ്ഥലത്തൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറച്ച് സ്റ്റോളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വുഡിൻ്റെ ഐറ്റംസാണ്. വുഡിൻ്റെ കീ സ്റ്റാൻഡ്, പിന്നെ പാത്രങ്ങൾ, ഇങ്ങനെ സ്പൂണുകൾ, കയ്യിലുകളൊക്കെ വുഡിൻ്റെ. പിന്നെ കൃഷ്ണൻ്റെ രൂപം. അത് കഴിഞ്ഞിട്ട് വാച്ചുകൾ, ക്യാപ്പും വാച്ചും, ഗ്ലാസ്, അതിൻ്റെയൊക്കെ ഒരു സ്റ്റോളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ കിച്ചൺ ഐറ്റംസ്, ഇവിടെ പാത്രങ്ങളുണ്ട്, പിന്നെ കിച്ചൺ ടൂൾസുകൾ, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി. അതിൽ ഇപ്പോൾ നമുക്കൊന്നും അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടതുണ്ടായിരുന്നില്ല. പിന്നെ നല്ല റേറ്റാണ് അവിടെ. അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് നോക്കി. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി. അവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല. പിന്നെ നമ്മൾ പിന്നെയും നടക്കുമ്പോൾ ഈ പോട്ടുകൾ, ഈ സെറാമിക്കിൻ്റെ പോട്ടുകളുടെ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല നല്ല പോട്ടുകളാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ അത്യാവശ്യം പോട്ടുകളുണ്ട്, അതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിയില്ല. പിന്നെ ഡ്രസ്സിൻ്റെ സ്റ്റോള്, അവിടെ ചുരിദാർ മെറ്റീരിയലുകളുടെ സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ കോഫി മഗ് 1 പീസ് 30 റുപ്പീസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ദിയയ്ക്കും നീയ്ക്കും 2 കോഫി മഗ് മേടിച്ചു. പിന്നെ ബാഗുകളുടെ ഒരു സ്റ്റോള്, അതിൽ ലേഡീസ് ബാഗുണ്ട്, പിന്നെ സ്ലിംഗ് ബാഗ്, പിന്നെ ട്രാവൽ ബാഗുകൾ, അങ്ങനെ കുറേ ബാഗുകളുടെ ഒരു ഷോപ്പ്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുവന്നു. പിന്നെ അത് കിച്ചൺ യൂസ് ചെയ്യുന്ന ടവലുകൾ, പിന്നെ നമ്മുടെ മാറ്റുകൾ, ടേബിൾ മാറ്റ്, ഡോർ മാറ്റ്, കുഷ്യൻസ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു. അപ്പം ഞങ്ങൾ സർബത്ത് കുടിക്കാൻ കയറി. അപ്പോൾ കുട്ടികൾക്ക് ദിയയ്ക്ക് ആദ്യം ഗ്രീൻ ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ അത് കുടിച്ചു. അതിന് ശേഷം നമ്മൾ മറൈൻ അക്വേറിയത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ കയറി. അവിടെ കുറേ ഫിഷിൻ്റെ വെള്ളമൊക്കെ ഭയങ്കര കലങ്ങിയിരിക്കണ ടൈപ്പ്. ഫിഷൊന്നും അത്ര ഹെൽത്തി അല്ലാത്ത പോലെയായിരുന്നു. കുറേ ഇങ്ങനെ ഇരിക്കണ പോലെ. ചില ഫിഷൊക്കെ ഇങ്ങനെ ഡെഡായി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ കണ്ടു, ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ മർമെയ്ഡ് ഉണ്ടായിരുന്നു. അവിടെ ഒരു മർമെയ്ഡ് ലേഡി ഉണ്ടായിരുന്നു. അതിന് കുറേ നേരം അവിടെ നിന്ന് കണ്ടു. മർമെയ്ഡ് അവിടെ കുറച്ച് അധികം നേരം അവിടെ നിന്നു. ദിയയ്ക്കും നീയ്ക്കുമൊക്കെ മർമെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു, മർമെയ്ഡിനെ കണ്ടു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് നേരം അത് മർമെയ്ഡ് മേലെ പോയി നിന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ഫേസൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പിന്നെ അതിങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ
ഇടയ്ക്ക് അത് മേലെ കയറിപ്പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരും. അങ്ങനെ കുറേ നേരം മെർമെയ്ഡിനെ കണ്ടു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ആദ്യം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിറയെ ആളുകളായി, കുറേ പേരുണ്ടായിരുന്നു മെർമെയ്ഡിനെ കാണാനായിട്ട്. കുറച്ച് സമയം അത് മേലെ പോയി നിൽക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അത് താഴേക്ക് വരുന്നത്. പിന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫിഷ് ഉണ്ടായിരുന്നു. ഫിഷിനെയൊക്കെ കണ്ടു, കുറേ ഫിഷുണ്ട്. അങ്ങനെ ഫിഷിനെ കണ്ടു, കുറേ നേരം ഫിഷിനെയൊക്കെ കണ്ടു. കുറേ ഫിഷുണ്ട് അവിടെ. ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ റൈഡുകളുണ്ടായിരുന്നു, കുട്ടികളുടെ റൈഡുകൾ കുറേ ഉണ്ട്. അതിൽ ഞങ്ങൾ ഇങ്ങനെ ജമ്പ് ചെയ്യണ അതിൽ കയറി. പിന്നെ ഞങ്ങളൊരു ടോയ് ട്രെയിനിൽ കയറി. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾക്ക് വെള്ളം ദാഹിച്ചപ്പോൾ ഞങ്ങൾ പോന്നു. പിന്നെ വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഈ റൈഡിൻ്റെ സെക്ഷനിൽ പോയില്ല. പിന്നെ കുഞ്ഞൂസിനൊരു ബാർബി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബാർബി അന്വേഷിച്ച് നടക്കലായിരുന്നു. അങ്ങനെ ദിയൊക്കെ ചാടുന്നുണ്ട്. ദിയയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം നീയ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് ചേച്ചി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ആഗ്രഹമായി. ഫിഷിൻ്റെ അടുത്തൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശപ്പായപ്പോൾ ഞങ്ങൾ ബജ്ജിയൊക്കെ കഴിച്ച്, കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അവിടെ ചെയറിൽ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ടോയ് ട്രെയിനിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഇങ്ങനെ ടോയ് ട്രെയിനിൽ കയറി കുറച്ച് നേരം അതിങ്ങനെ റൗണ്ട് ചെയ്തു. പിന്നെ ISROൻ്റെ ഒരു സ്റ്റോളുണ്ടായിരുന്നു. അതിൽ ISRO അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഈ ആസ്ട്രോണണ്ടിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. ദിയേനെയൊക്കെ നിർത്തി ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് സ്പേസിൽ മൂണിൻ്റെ ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിൽക്കുന്ന ഗർത്തങ്ങൾ, അങ്ങനെയുള്ള ഇതിൽ നിന്ന് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു വീഡിയോ പ്ലേ ചെയ്യണ്ടായിരുന്നു. ഈ നമ്മുടെ ഉപഗ്രഹത്തിനെ കുറിച്ചുള്ള വീഡിയോ. പിന്നെ അബ്ദുൽ കലാമിൻ്റെ നമ്മൾ ഫസ്റ്റത്തെ ആര്യഭട്ട ഇതൊക്കെ വിട്ടത്, ഫസ്റ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ISROൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നമുക്ക് ആസ്ട്രോണണ്ടിൻ്റെ ഫോട്ടോസ് എടുക്കാൻ